ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ചെറിയൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഞാൻ അമ്മ ജോലി ചെയ്യുന്നിടത്ത് പോയി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെറിയൊരു പഴവും 2 തേങ്ങയും തന്നു വിട്ടു. അതിനായിരുന്നു എന്നെ അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ജോലിയില്ല. അപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ ചോറൊന്ന് വാങ്ങി തരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ചോറ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോന്ന്. അപ്പോൾ എന്നും പാത്രത്തിൽ അമ്മ ചോറ് കൊണ്ടുവന്ന്, അന്ന് എന്തോ ഭാഗ്യത്തിന് ഇലയിൽ ചോറ് കൊണ്ടുവന്ന്. അപ്പോൾ തന്നെ ഞാനതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അവിടെ വന്നിരുന്ന് അന്നേരേ ഞാൻ കഴിച്ചു. കാരണം അമ്മയാണെങ്കിൽ ചമ്മന്തി അരയ്ക്കുന്നതും കറി വെക്കുന്നതിനൊക്കെ വേറെ പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നല്ല ഇതാണ് കഴിക്കാൻ. ചമ്മന്തിയൊക്കെ അമ്മ മുളക് ചുട്ട് അരയ്ക്കുന്ന ചമ്മന്തിയൊക്കെയാണ്. പിന്നെ ചമ്മന്തി, ഓമയ്ക്കത്തോരൻ, നെത്തോലി മീൻ വറുത്തത്, നമ്മുടെ കൂട്ടാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭയങ്കര മഴയാണ്. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴ, ഭയങ്കര മഴയായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ ഞാനൊരു 11:30 ആയപ്പം കൊച്ചു മോനും മോൻ്റെ ഭാര്യയും കൂടെ, അവൾക്ക് ദേഹത്തൊക്കെ അങ്ങ് ചൊറിച്ചില്ല. അപ്പോൾ അതിന് ഞങ്ങൾ കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കാണിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ടോക്കണൊക്കെ എടുത്ത് ടിക്കറ്റ് എടുക്കാനൊക്കെ കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് 1000 നമ്പർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതിനകത്തുള്ള 16ാമത്തെ നമ്പർ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ 12 മണിയായി. പിന്നെ കയറി ഡോക്ടറെ കാണിച്ചു. ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള മരുന്നും തന്ന് 4 ആഴ്ച കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ തിരിച്ച് ഞങ്ങൾ വന്ന് കോഴഞ്ചേരി സ്റ്റാൻഡാണ് ഇത്. സ്റ്റാൻഡിൽ വന്ന് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഒരു ഭയങ്കര ചമ്മലാണ്. പിന്നെ ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവളോട് കയറി നാരങ്ങ വെള്ളം കുടിക്കാൻ കയറി. അവന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു കട്ട്ലറ്റും വാങ്ങിച്ചു തന്നു. ഞങ്ങൾ അതും തിന്നിട്ട്, അത് കട്ട്ലേറ്റ് ഞങ്ങൾ 3 പേരോടെ കഴിച്ചു. അവന് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ നിർബന്ധിച്ച് അവന് കൊടുത്ത്. അങ്ങനെ അവനും കഴിച്ച്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടോട്ടുള്ള ബസ്സിന് കയറി. പിന്നെ വീട്ടിൽ വന്ന് വൈകുന്നേരത്തെ വീഡിയോ. വൈകുന്നേരം ആയപ്പം മരുമോൾ ലൈഫ് ലൈനിലെ നഴ്സാണ്. അപ്പോൾ അവൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും, എൻ്റെ അടുത്ത് പോരും. അപ്പോൾ അവളവിടെ വന്നിരുന്ന്, അത് മൂത്ത മോനും ഈ ഇരിക്കുന്നത് ഇരട്ടയിലെ മോനുമാണ്. അപ്പോൾ ഇച്ചിരി പഴം അമ്മ തന്ന് വിട്ടത് പിന്നെ അവർക്കും കൂടെ കൊടുത്ത് ഞാനും എടുത്ത്. അപ്പോൾ ഒരു കുഞ്ഞുമുണ്ട്, മൂത്തയ്ക്ക് 5 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ 4 മക്കൾ. ഇതിപ്പോഴത്തെ ഫോട്ടോ അല്ല, 2013 എടുത്ത ഫോട്ടോയാണ്. ഇപ്പം എല്ലാവരും വലുതായി. ആ ചെറിയ മോളാണ് ഇപ്പം മുത്തൂറ്റ് നേഴ്സായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വലുതൊക്കെയായി. അതിൽ മൂത്ത മോൻ കല്യാണം കഴിച്ചു, ഇരട്ടയിലെ ഇളയ മോനും കല്യാണം കഴിച്ചു. ഇനി 2 പേരും കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വൈകിട്ട് പിന്നെ മോളെയും ജോലിക്ക് കൊണ്ടുപോയിട്ട് അവരങ്ങ് വീട്ടിലോട്ടും പോയി. പിന്നെ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ചിക്കനും കറി വെച്ച്, ഇച്ചിരി മോരും കറി വെച്ചു. ചോറ് കഴിക്കാനൊക്കെ കൊണ്ട് ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് താമസിച്ചാണ് വന്നത്. ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടെടുത്തപ്പോൾ മോര് കറി, എനിക്ക് ചിക്കൻ കറിയോട് എന്തൊരു മടി. ഞായറാഴ്ച വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചേ എടുത്തുള്ളൂ, ബാക്കി കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതാ ഇന്നലെ എടുത്തത്. എന്തോ ഒരു മടി കഴിക്കാൻ. പിന്നെ ഞാൻ ഒരു എരിക്ക് വേണ്ടിയിട്ട് കാന്താരിയൊക്കെ എടുത്ത് ചോറ് കഴിക്കാനിരുന്നത്. പിന്നെ ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് അവരിങ്ങോട്ട് വന്നില്ല. അവരങ്ങ് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ജോലിയൊന്നും ചെയ്തില്ല, മഴയായതുകൊണ്ടെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയത്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. ഒത്തിരി വീഡിയോ ഒക്കെ എടുക്കാൻ ഇങ്ങനെ ഒരു മടിയാണ്, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഫോൺ എടുക്കാനും ഒക്കെ. അതുകൊണ്ടാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാർ.